trouble in a mess. You've been walked on the water. അതിസുന്ദരമായൊരു ഇടത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുക. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ഇടത്തെ തീർക്കുന്ന ദൈവം അതിസുന്ദരമായതൊക്കെ ചേർത്ത് വച്ച് ആ ഇടത്തെ അലങ്കരിക്കുകയും അനന്ത സാധ്യതകൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തിടമായിരുന്നു അത്. ഏദൻ തോട്ടം, ആദ്യ മനുഷ്യൻ്റെ ജന്മസ്ഥലം. അത്രമേൽ സുന്ദരമായിരുന്ന, ആനന്ദദായകമായിരുന്ന ഒരിടം, എല്ലാവരെയും സന്തോഷത്തിലേക്ക് നയിക്കാൻ സാധ്യതകളുണ്ടായിരുന്ന സ്ഥലം. തുടക്കത്തിലെ ആദിമ മാതാപിതാക്കളുടെ തെറ്റിനാൽ കണ്ണീരിൻ്റെ ഇടമായി മാറുന്നുണ്ട്. മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ട് ആനന്ദദായകമാകേണ്ടിയിരുന്ന ഒരു സ്ഥലം അവൻ്റെ സാന്നിധ്യത്താൽ വീണ്ടും വിചാരത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഇടമായി മാറുന്നു. ചരിത്രം മുന്നോട്ടായുമ്പോൾ ഈജിപ്ത് രക്ഷയുടെയും സമൃദ്ധിയുടെയും ഭൂമിയായിരുന്നു. അവിടേക്ക് യാക്കോബിൻ്റെ മക്കൾ രക്ഷ തേടി വരുന്നുണ്ട്. പിന്നീട് ആ ദേശം വർഷങ്ങൾക്ക് ശേഷം അടിമത്തത്തിൻ്റെ ഇടമായി മാറുന്നു. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയും നാം ബൈബിളിൽ കാണും. പാലും തേനും ഒഴുകുന്ന ദേശം. എന്നാൽ പിന്നീട് ഇതേ ജനതയുടെ തെറ്റുകളാൽ കണ്ണീരിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒക്കെ ഭൂമിയായി ഇവിടം മാറുകയാണ്. ആനന്ദ സാധ്യതകളുണ്ടായിരുന്ന ഒരിടം നാശത്തിലേക്കും നിരാശയിലേക്കും ചില മനുഷ്യരാൽ കൂപ്പുകുത്തപ്പെടുന്നു. ദൈവം തൻ്റെ രക്ഷയുടെ അവസാന പദ്ധതി രൂപീകരിച്ചപ്പോൾ അതിസുന്ദരമായൊരിടത്തെയല്ല രക്ഷകന് പിറക്കാനൊരുക്കിയത്. മിക്ക പ്രവാചകൻ അരുളി ചെയ്ത പോലെ, ബത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. പുതിയ നിയമകാലത്തെത്തുമ്പോഴേക്കും ദാവീദിൻ്റെ പട്ടണമെന്ന പ്രതാപമൊക്കെ ഇല്ലാതായ ഒരിടമാണ് രക്ഷകന് പിറക്കാൻ ദൈവം തിരഞ്ഞെടുക്കുക. ഇല്ലായ്മകൾക്ക് നടുവിൽ ബത്ലഹേമിൽ അവൻ പിറക്കുമ്പോഴും ആ പട്ടണം ആനന്ദത്തിൻ്റെ മാലാഖമാരുടെ സംഗീതം കേൾക്കുന്നുണ്ട്. വലിയ വിലയില്ലാതിരുന്ന ഇടയന്മാർക്ക് വലിയ സദ്വാർത്തയും രക്ഷകനെ ആദ്യമായി കാണാനുള്ള ഭാഗ്യവും ലഭിക്കുന്നുണ്ട്. ബത്ലഹേം ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടമായി അടയാളപ്പെടുത്തപ്പെടുന്നു. എന്നാൽ ഹെറോദേസ് രാജാവിൻ്റെ ഹൃദയമില്ലാത്ത കൽപ്പന പ്രകാരം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക വഴി വലിയ വിലാപത്തിൻ്റെയും തീരാനഷ്ടത്തിൻ്റെയും ഇടമായി ബത്ലഹേം മാറുന്നു. ഇന്നേ ദിനം നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ ധ്യാനിക്കാം. ദൈവം അനന്ത സാധ്യതകൾ ഒളിപ്പിച്ച ഒരിടത്തെ നിങ്ങളുടെ സാന്നിധ്യം സ്വർഗതുല്യമാക്കുന്നുണ്ടോ അതോ നരകതുല്യമാക്കുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്ന ഇടങ്ങളൊക്കെ നല്ല ഇടങ്ങളായി തുടരട്ടെ.